കലിപ്പൻ പോലീസിന്റെ കാന്താരി പെണ്ണ് അവസാന ഭാഗം. രചന നുസൈബ ഷമീർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. സയാൻ, നിന്റെ ഈ സന്തോഷാധികം നീണ്ടു നിൽക്കില്ല. ഹൈറയുടെ നിശ്ചയത്തിന് ഞാനൊരു ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. സയാന്റെ കണ്ണുകളൊന്ന് കുറുകി. അവനുടനെ തന്റെ വിശ്വസ്തനായ ഷാഡോ പോലീസ് ഓഫീസർ ഇമ്രാനെ വിളിച്ചു. ഇമ്രാൻ, ഹൈറയുടെ വീടിന് ചുറ്റും സിവിൽ ഡ്രസ്സിൽ നമ്മുടെ ആളുകളുണ്ടാവണം. ഒരു ഈച്ച പോലും അനുവാദമില്ലാതെ അകത്ത് കയറിയത്. റീൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം സയാൻ തന്റെ വെള്ള ഓടി കാറിൽ ഹൈറയുടെ വീട്ടിലെത്തി. വെള്ള പട്ടുകുർത്തയും മുണ്ടുമായിരുന്നു വേഷം. അവൻ വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ആ ഗാംഭീര്യം കണ്ട് നാട്ടുകാർ അത്ഭുതപ്പെട്ടു. സയാൻ നേരെ ഷാനിമിനടുത്തേക്ക് നടന്നു. എല്ലാം സെറ്റല്ലേ ഷാനിം? സയാൻ ചോദിച്ചു. സെറ്റാണോ സാറേ? ഞാൻ അകത്ത് കയറിക്കാം, നിന്റെ കാന്താരിയോടെ വെയിറ്റിംഗാ. ഷാനിം ചിരിച്ചു. സയാൻ പതുക്കെ ഹൈറയുടെ മുറിക്കുമ്പിലെത്തി. വാതിക്കൽ നിന്ന മോസിനെയും മാജിദയും വഴിയൊരുക്കി. മുറിക്കുള്ളിൽ കണ്ണാടിക്കുമ്പിൽ നിൽക്കുന്ന ഹൈറയെ കണ്ടപ്പോൾ സയാൻ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. പിങ്ക് നിറത്തിലുള്ള ഷിഫോൺ സാരിയിൽ അവളൊരു സ്വപ്നം പോലെ അവന് തോന്നി. സയാൻ പതുക്കെ അവളുടെ പിന്നിൽ ചെന്ന് നിന്നു. കണ്ണാടിയിലൂടെ ഹൈറ അവനെ കണ്ടു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. നിന്നെങ്ങനെ നോക്കിയെന്നാലേ എന്റെ ഡ്യൂട്ടിയൊക്കെ ഞാനങ്ങ് മറന്നുപോകും ഹൈറു. സയാൻ അവളുടെ തോളിൽ കൈവച്ചു. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് മനോഹരമായൊരു വജ്രമോതിരം എടുത്തു. ഇന്നിതെല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ ഞാനിത് അണിയിക്കും. പക്ഷേ അതിനുമുമ്പ് എനിക്ക് നിന്റെ കൈകളിലൊന്ന് ചുംബിക്കണം. സയാൻ അവിടെ കൈ പതുക്കെ ഉയർത്തി ചുണ്ടോട് ചേർത്തപ്പോൾ പുറത്തൊരു വലിയ ശബ്ദം കേട്ടു. ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദമായിരുന്നത്. സയാൻ പെട്ടെന്ന് ഹൈറയെ തനിക്ക് പിന്നിലേക്ക് മാറ്റി നിർത്തി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ അവൻ പുറത്തെടുത്തു. ഹൈറു, നീ ഇവിടെ തന്നെ ഇരിക്കണം. സയാന്റെ ആ കലിപ്പൻ സ്വരം തിരിച്ചു വന്നു. അവൻ പുറത്തേക്ക് ഓടി. മുറ്റത്ത് ആരോ ഒരു വലിയ ഗിഫ്റ്റ് ബോക്സ് വെച്ചിരുന്നു. അതിനുള്ളിൽ പടക്കങ്ങൾ സെറ്റ് ചെയ്തായിരുന്നു ആ പൊട്ടിത്തെറി. ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നു. ആ ബഹളത്തിനിടയിൽ ഒരു കറുത്ത കാറ് വീണുവിനിലൂടെ വേഗത്തിൽ പാഞ്ഞുപോയി. സയാൻ വണ്ടി നമ്പറിലേക്കൊന്ന് കണ്ണോടിച്ചു. എന്നിട്ട് വായുവിലൊരു വെടി തീർത്തു. എല്ലാവരും നിശബ്ദരായി. ആരും പേടിക്കണ്ട, ഇതൊരു ചെറിയ പടക്കം മാത്രമാണ്. ഷാനിം, നീ അതിഥികളെ നോക്ക്. കുറുപ്പേ, ആ വണ്ടി വിന്നിടേ. സയാൻ ഓർഡർ കൊടുത്തു. അവൻ തിരികെ ഹൈറയുടെ അടുത്തേക്ക് വന്നു. അവൾ പേടിച്ചു വരച്ച് നിൽക്കുകയായിരുന്നു. സയാൻ അവളെ കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഹൈറു, നീ എൻ്റെ കൂടെയുള്ളപ്പോ ഈ ലോകത്ത് ഒന്നിനും നിന്നെ തൊടാൻ കഴിയില്ല. ഈ കളി തുടങ്ങിയത് അവളാണെങ്കിൽ അത് അവസാനിപ്പിക്കുന്ന ഈ സയാൻ മുബാറക്കായിരിക്കും. അത് മാസായിട്ട് തന്നെ. അവൻ അവളുടെ വിരലിൽ ആ മോതിരം അണിയിച്ചു. ഇന്നു മുതൽ നീ ഔദ്യോഗികമായിട്ട് എന്റേതാണ്. ഇനി നിന്നെ നോക്കുന്ന ഓരോ കണ്ണിനെയും ഞാൻ നിയമത്തിന് മുമ്പിൽ എത്തിക്കും. സയാന്റെ ആ പ്രണയവും കരുത്തും കണ്ടപ്പോൾ ഹൈറക്ക് തോന്നി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുരക്ഷ ഈ മനുഷ്യൻ തന്നെയാണെന്ന്. നിശ്ചയത്തിന്റെ ചടങ്ങുകൾ കഴിഞ്ഞ് അതിഥികളെല്ലാം പിരിഞ്ഞപ്പോൾ സയാന്റെ മുഖത്തെ ആ നേർത്ത പുഞ്ചിരി മാഞ്ഞു. പകരം അവിടെ തെളിഞ്ഞത് ക്രൂരമായൊരു ഗൗരവമായിരുന്നു. സയാനിക്ക, എങ്ങോട്ട് ഈ രാത്രി? ഹൈറ പരിഭ്രമത്തോടെ അവന്റെ കൈകൾ പിടിച്ചു. സയാൻ അവരുടെ കൈകൾ മെല്ലെ വിടിവിച്ചു. ചില കണക്കുകൾ ബാക്കിയുണ്ട് ഹൈറ, അത് തീർക്കാതെ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. നീ അകത്ത് പോയി കിടന്നോ. അവൻ അവളുടെ നെറ്റിയിൽ തലോടി ആശ്വസിപ്പിച്ചു. അവൻ നേരെ തന്നെ സ്കോർപിയോയിൽ കയറി പാഞ്ഞു. കൂടെ 2 ജീപ്പ് നിറയെ പോലീസുകാരും. റീനയുടെ വലിയ ബംഗ്ലാവിന് മുമ്പിൽ വണ്ടി സഡൻ ബ്രേക്കിട്ട് നിന്നു. സയാൻ വണ്ടിയിൽ നിന്നിറങ്ങി നേരെ ഗേറ്റ് ചവിട്ടി തുറന്നു. സയാൻ സാർ, വാറണ്ടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ കഴിയില്ല. റീനയുടെ അച്ഛൻ തടയാൻ നോക്കി. സയാൻ തന്റെ റെയ്ബാൻ ഗ്ലാസ് ഒരു ഷർട്ടിന്റെ കോളിൽ വെച്ചു. വാറണ്ടോ? സയാൻ മുബാറക്കിന്റെ പേഴ്സണൽ കാര്യത്തിന് വാറണ്ടിന്റെ ആവശ്യമില്ല. നിന്റെ മകളിൽ നിന്ന് എന്റെ വീട്ടിൽ കാട്ടിയത് ഒരു ഓഫീസറുടെ വീട്ടിൽ അതിക്രമമാണ്. റീനയുടെ സയാന്റെ ശബ്ദം ആ വലിയ ഹാളിൽ പ്രതിധ്വനിച്ചു. റീന മുകളിലെ നിലയിൽ നിന്ന് പതുക്കെ ഇറങ്ങി വന്നു. അവളുടെ മുഖത്ത് ഒരു പരിഹാസ്യരി ഉണ്ടായിരുന്നു. എന്താ സയാൻ, ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ? സയാൻ ഒരു മിന്നൽ വേഗത്തിൽ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കഴുത്തിന് തൊട്ടടുത്ത് ഭിത്തിയിൽ അവന്റെ കൈ ആഞ്ഞിടിച്ചു. ഭിത്തിയിലെ സിമെന്റ് അടർന്നു വീണു. റീന പേടിച്ച് വിറച്ചു പോയി. കളിയധികം വേണ്ട റീന. ഹൈറയുടെ കണ്ണു നിറഞ്ഞ ഈ സയാൻ മുബാറക്കിന്റെ വിവേകം നശിക്കും. നീ അയച്ച ഗുണ്ടകളിപ്പന്റെ ലോക്കപ്പിൽ അഴിയണ്ടുവാ. നിന്നെ അവിടെ എത്തിക്കാൻ എനിക്ക് 1 നിമിഷം മതി. അവൻ തന്റെ പോക്കറ്റിൽ നിന്നൊരു ഫയൽ എടുത്ത് അവളുടെ അച്ഛന്റെ നേരെ എറിഞ്ഞു. നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിന്റെ നികുതി വെട്ടിപ്പിന്റെ അഴിമതികളുടെയും തെളിവുകളായത്. മകളെ അടക്കിയിരുത്തിക്കോ, ഇല്ലെങ്കിൽ നാളെ വിളിക്കുമ്പോ നിങ്ങൾ ജയിലിലായിരിക്കും. ഇത് മുബാറക്കിന്റെ മകന്റെ വാക്കാ. സയാൻ തിരിഞ്ഞടന്നു. പിന്നെ റീന, ഇനി അവിടെ നിഴൽ പോലും നിന്റെ കണ്ണിൽ പെടരുത്. പെട്ടാൽ നിന്റെ ഈ ആഡംബരമൊന്നും നിന്നെ രക്ഷിക്കില്ല. ആ സ്റ്റേഷനിലേക്ക് വിളിച്ചു. കുറുപ്പേ, കേസ് ഫയൽ ചെയ്തോ. റീനയുടെ അച്ഛന്റെ ബിസിനസ് റെയ്ഡ് ചെയ്യാൻ ഓർഡർ എടുത്തേക്ക്. തിരികെ ഹൈറയുടെ വീട്ടിലെത്തിയപ്പോൾ സമയം പുലർച്ചെ 3 മണി. ഹൈറ ഉമ്മറത്ത് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സയാനെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഇക്കാക്കൊന്നും പറ്റിയില്ലല്ലോ, അവൾ വിതുമ്പി. സയാൻ അവളുടെ തലയിൽ തലോടി. നിന്ന് ഈ പ്രാർത്ഥന കൂടെയുള്ളപ്പോ എനിക്ക് എന്ത് പറ്റാനാടി. ആ പാറ്റകളൊക്കെ ഞാൻ ഒതുക്കി. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാത്രം. അവനവളെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി.
ആകാശത്ത് 14 രാവിന്റെ ചന്ദ്രൻ പൂർണ്ണതയോട് ഉദിച്ചു നിൽപ്പുണ്ടായിരുന്നു. പ്രണയത്തിന്റെ ചൂടും കാവലിന്റെ കരുത്തും ആ രാത്രിയിൽ അലിഞ്ഞു ചേർന്നു. നഗരത്തിലെ ഏറ്റവും വലിയ വെഡിങ് മാളിന് മുമ്പിൽ സയാന്റെ സ്കോർപിയോ വന്ന് നിന്നു. സയാൻ ഇന്ന് ഫ്രീ ആയിട്ടാണ് വന്നത്. ബ്രൗൺ നിറത്തിലുള്ള ഷർട്ടും കറുത്ത ജീൻസും. പക്ഷെ ആ കണ്ണുകളിലെ ഗാംഭീര്യത്തിന് ഒരു കുറവുമില്ല. വണ്ടിയിൽ നിന്നിറങ്ങിയ ഹൈറയെ കണ്ടപ്പോൾ മാളിന് മുന്നിൽ നിന്നവരൊന്ന് നോക്കി നിന്നുപോയി. അത്രയ്ക്ക് നിഷ്കളങ്കമായ സൗന്ദര്യം. സയാനിക്ക, നമ്മൾ രണ്ടുപേരും മാത്രമാണ് ഷോപ്പിങ്ങിന്? ഉമ്മയിപ്പോ ഇന്ന് വരുന്നില്ലേ? ഹൈറ പതുക്കെ ചോദിച്ചു. ഇന്ന് നീ ഞാൻ മാത്രം. എനിക്ക് നിന്നെ എന്റെ ഇഷ്ടത്തിന് ഒരുക്കണം. എന്റെ പെണ്ണ് എങ്ങനെ നടക്കണം തീരുമാനിക്കേണ്ടത് ഞാനല്ലേ? സയാൻ അവൾക്ക് നേരെ കൈനീട്ടി. ഹൈറ നാണത്തോടെ അവന്റെ വിരലുകൾക്കിടയിലേക്ക് തന്റെ വിരലുകൾ കോർത്തു പിടിച്ചു. മാളിനുള്ളിലേക്ക് കയറിയപ്പോൾ സയാൻ നേരെ പോയത് ലഹങ്കകളുടെ സെക്ഷനിലേക്കാണ്. അവിടുത്തെ സ്റ്റാഫ് സയാനെ കണ്ടതും ബഹുമാനത്തോടെ എഴുന്നേറ്റു. സയാൻ ഓരോന്നായി നോക്കാൻ തുടങ്ങി. ഇതൊന്നും പോരാ, കുറച്ചുകൂടി പ്രീമിയം കളക്ഷൻ കാണിക്കൂ. സയാൻ ഓർഡർ കൊടുത്തു. ഒടുവിൽ അവർക്ക് മുമ്പിൽ വിരിഞ്ഞത് ഒരു സ്വർണ്ണാഭമായ ചുവപ്പ് നിറത്തിലുള്ള ഹാൻഡ് വർക്ക് ലഹങ്കയായിരുന്നു. അതിൽ പതിപ്പിച്ച കല്ലുകൾ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്നു. ഇത് മതി, സയാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഹൈറു, ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്ക്. ഹൈർ അത് വാങ്ങി ട്രയൽ റൂമിലേക്ക് പോയി. 10 മിനിറ്റ് കഴിഞ്ഞ് അവൾ പുറത്തിറങ്ങിയപ്പോൾ സയാന്റെ ശ്വാസം ഒന്ന് നിലച്ചുപോയി. ചുവന്ന ലഹങ്കയിൽ അവൾ ഒരു രാജകുമാരിയെ പോലെ തോന്നി. അവളുടെ മുഖത്തെ നാണം ആ ചുവപ്പിനേക്കാൾ തീവ്രമായിരുന്നു. സയാൻ അവളുടെ അടുത്തേക്ക് നടന്നിരുന്നു. ചുറ്റുമുള്ളവരെയൊന്നും അവൻ കാര്യമാക്കിയില്ല. അവൻ അവളെ തോളിൽ കൈവച്ച് കണ്ണാടിയിലേക്ക് നോക്കി. നിനക്ക് വേണ്ടി മാത്രം ജനിച്ചാണ് തോന്നുന്ന ഈ വസ്ത്രം, പക്ഷേ ഒരു കുറവുണ്ട്. സയാൻ അവിടെ കാതിനടുത്ത് വന്ന് മന്ത്രിച്ചു. അവൻ തന്നെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ ബോക്സ് എടുത്തു. അതിൽ മനോഹരമായ ഒരു കരിമണി മാലയുണ്ടായിരുന്നു. അവൻ സ്വയം ഡിസൈൻ ചെയ്തത്. അവൻ പതുക്കെ അവളുടെ കഴുത്തിൽ അത് അണിയിച്ചു. സയാനിക്ക, എല്ലാവരും നോക്കുന്നു. ഹൈറയുടെ ശബ്ദം വിറച്ചു. നോക്കട്ടെ എന്നേ. സയാൻ മുബാറക്ക് പ്രണയിക്കുന്ന ഇങ്ങനെയാ, എക്സ്ട്രീം ലെവലിൽ. നീ എൻ്റെ പ്രാണനാണ് ഹൈറ. നിന്റെ സൗന്ദര്യം അതെന്റെ മാത്രം സ്വകാര്യതയാണ്. അവൻ അവളുടെ കവളിൽ പതുക്കി വിരൽ കൊണ്ട് തലോടി. ബില്ല് പേയ്മെന്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഹൈറയുടെ കയ്യിൽ നിറയെ ബാഗുകൾ ഉണ്ടായിരുന്നു. സയാൻ അതെല്ലാം വാങ്ങി വണ്ടിയിൽ വെച്ചു. വിശക്കുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഒത്തിരി. അവൻ അവളെ നഗരത്തിലെ ഏറ്റവും വില കൂടിയ റൂഫ് ടോപ്പ് റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർക്ക് വേണ്ടി മാത്രം ഒരു ടേബിൾ ബുക്ക് ചെയ്തിരുന്നു. മെഴുകുതിരി വെളിച്ചത്തിൽ നഗരത്തിന്റെ കാഴ്ചകൾക്ക് മുകളിൽ അവരിരുന്നു. ഭക്ഷണത്തിനിടയിൽ സയാൻ അവളുടെ കൈ പതുക്കെ കയ്യിലെടുത്തു. ഹൈറു, കല്യാണം കഴിഞ്ഞാൽ നിന്നെ ഞാൻ ഒരിടത്തേക്ക് കൊണ്ടുപോകും. അവിടെ നീയും ഞാനും ആ 14 രാവും മാത്രം. എനിക്കിഷ്ടപ്പെട്ടോ? സയാനിക്ക കൂടെയുള്ളിടത്തോളം എനിക്ക് സ്വർഗാണിക്ക. ഹൈറ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ആ നിമിഷം ആകാശത്ത് ഒരു മിന്നൽ പിണർ പാഞ്ഞു. മഴ പെയ്യാൻ തുടങ്ങിയായിരുന്നു. സയാൻ അവളെയും കൂട്ടി മഴ നനയാതെ വണ്ടിയിലേക്ക് ഓടി. വണ്ടിക്കുള്ളിൽ ആ മഴയുടെ സംഗീതത്തിൽ അവർ തമ്മിലുള്ള പ്രണയം വല്ലാത്തൊരു തീവ്രതയിലേക്ക് മാറുകയായിരുന്നു. കല്യാണത്തിന് ഇനി കൃത്യം 3 ദിവസങ്ങൾ മാത്രം. വീട് മുഴുവൻ ബന്ധുക്കളും സുഹൃത്തുക്കളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഹൈറയുടെ കയ്യിൽ മൈലാഞ്ചി ഡിസൈനുകൾ പൂർത്തിയായിരിക്കുന്നു. സയാന്റെ പേര് വിരൽ തുമ്പിൽ അവൾ തെളിയിച്ചു വെച്ചു. രാത്രിയിൽ സയാനോട് ഫോണിൽ സംസാരിക്കായിരുന്നു അവൾ. സയാനിക്ക, ഡ്രസ്സൊക്കെ റെഡിയല്ലേ? നാളെ നേരത്തെ വരണം കേട്ടോ. എല്ലാം റെഡിയാണ് കാന്താരി. നിന്നെ എന്റെ പെണ്ണായി കാണാൻ ഞാൻ എത്ര കാലം കാത്തിരുന്നെന്നോ. സയാന്റെ ശബ്ദത്തിൽ വല്ലാത്തൊരു ആർദ്രതയുണ്ടായിരുന്നു. പെട്ടെന്നാണ് സയാന്റെ മറ്റൊരു ഫോൺ ശബ്ദിച്ച്. അത് അവന്റെ ഔദ്യോഗിക നമ്പരായിരുന്നു. ഹൈറു, ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വിളിക്കാം. അവൻ ആ കോൾ എടുത്തു. മറുതൽക്കൽ റേഞ്ച് ഐ ജി ആയിരുന്നു. സയാൻ, ഒരു അർജന്റ് മിഷനാണ്. ബോർഡർ വഴി വലിയൊരു ആയുധക്കടത്ത സംഘം കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഏക ഓഫീസർ നീയാ. ഇപ്പൊ തന്നെ പുറപ്പെടണം. സയാന്റെ നെഞ്ചിലൊരു ആദ്യ പടന്നു. കല്യാണത്തിന് 3 ദിവസം മാത്രം ബാക്കിയൊക്കെ ഇങ്ങനെയൊരു മിഷൻ. പക്ഷെ ഒരു IPS ഓഫീസർക്ക് നാടിനോടുള്ള കടമയാണ് പ്രധാനം. അവനുടനെ തന്നെ ഹൈറയെ തിരിച്ചു വിളിച്ചു. ഹൈറു, എനിക്കിപ്പോ തന്നെ ഒന്ന് പോകണം. ഒരു അർജന്റ് മിഷനാ. മിക്കവാറും 2 ദിവസം എടുക്കും. സയാനിക്ക, കല്യാണമല്ലേ? ഈ സമയത്ത് വേണോ? ഹൈറയുടെ ശബ്ദമിടറി. നീ പേടിക്കണ്ടോ. നിന്റെ സയാൻ മുബാറക്ക് സുരക്ഷിതരായി തിരിച്ചു വരും. നിന്റെ കഴുത്തിൽ നിക്കാതിന്റെ മാല ചാർത്താൻ ഞാൻ കൃത്യസമയത്ത് എത്തും. ഇതെന്റെ പ്രോമിസാ. സയാൻ യൂണിഫോം അണിഞ്ഞ് തന്റെ തോക്ക് അരയിൽ തിരികെ. പുറത്തിറങ്ങുമ്പോൾ ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണുകളിൽ ആശങ്കയുണ്ടായിരുന്നു. സയാൻ അവരെ നോക്കിയൊന്ന് സല്യൂട്ട് അടിച്ച് ജീപ്പിലേക്ക് കയറി. 2 ദിവസങ്ങൾക്ക് ശേഷം മിഷൻ അതീവ രഹസ്യമായിരുന്നു. സയാന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഹൈറ ഭക്ഷണം കഴിക്കാതെ ജനാലകൾ കാത്തിരിക്കുകയാണ്. ഓരോ വണ്ടി ശബ്ദം കേൾക്കുമ്പോഴും അവൾ പുറത്തേക്ക് ഓടും. ഹൈറു, നീ പേടിക്കാതെ, സയാൻ എത്തും. ഷാനിമ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ അപ്പോഴാണ് TV-യിൽ ആ വാർത്ത വന്ന്. നമസ്കാരം, പ്രധാന വാർത്തകൾ. ആയുധകടത്ത സംഘവുമായുള്ള ഏറ്റുമുട്ടലിൽ IPS ഓഫീസർ സയാൻ മുബാറക്കിന് വെടിയേറ്റു. ഹൈറയുടെ കയ്യിൽ നിന്ന് ചായ ഗ്ലാസ് താഴെ വീണ് പൊട്ടി. അവളുടെ ലോകം നിശ്ചലമായി. മൈലാഞ്ചി ചുവപ്പുള്ള കൈകൾ വിറക്കാൻ തുടങ്ങി. ഇക്ക, ഇക്ക.
അവൾ അലറിക്കരഞ്ഞോട് നിലത്തേക്കിരുന്നു. സ്റ്റേഷനിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ കുറുപ്പ് ഷാനിമിനെ വിളിച്ചു. ഷാനിം, സയാൻ സാർ ക്രിട്ടിക്കലിലാണ്, സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരണം. ഹൈറ എഴുന്നേറ്റു. അവളുടെ കണ്ണുകളിൽ നേരത്തെ കണ്ട പേടിയല്ല, ഒരുറച്ച തീരുമാനമായിരുന്നു. എനിക്കവിടെ പോകണം, എന്റെ സയാനിക്കൊന്നും സംഭവിക്കില്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കാക്ക. അവൾ ആ നിക്കാ ഡ്രസ്സിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടി. അവിടെ ICU മുമ്പിൽ സയാന്റെ യൂണിഫോം ചോരയിൽ കുതിർന്ന് കിടക്കുന്നവൾ കണ്ടു. ഒരു IPS ഓഫീസറുടെ ചോര, തന്റെ പ്രാണന്റെ ചോര. സയാൻ ബോധരഹിതനായി കിടക്കുകയാണ്. ഡോക്ടർമാർ പുറത്തേക്ക് വന്നു. അടുത്ത 24 മണിക്കൂർ നിർണായകമാണ്, പ്രാർത്ഥിക്കുക. ഹൈറ ICUവിന്റെ ഗ്ലാസ്സിലൂടെ അവനെ നോക്കി. സയാനിക്ക, നിങ്ങൾ എന്നോട് പറഞ്ഞല്ലേ തിരിച്ചു വരുന്നു, എനിക്ക് വേണ്ടി, നിങ്ങളുടെ ഈ കാന്താരിക്ക് വേണ്ടി കണ്ണു തുറക്ക്. ആശുപത്രിയുടെ ഇടനാഴികളിൽ മരുന്നിന്റെ ഗന്ധവും നിശബ്ദയും തളം കെട്ടി നിന്നു. ICUവിന് മുമ്പിൽ ഹൈറ തളർന്നിരുന്നു. അവളുടെ കയ്യിലെ മൈലാഞ്ചി ചെടി ഇപ്പോഴും ചുവന്ന് തന്നെ ഇരിക്കുന്നു. പക്ഷേ അവളുടെ മുഖത്തെ ചോര തുടിച്ചിരുന്നില്ല. ഹൈറു, നീ വല്ലതും കഴിക്കുക, ഷാനിം നിർബന്ധിച്ചു. ഇക്ക കണ്ണൂർക്ക, എനിക്കൊന്നും വേണ്ട ഇക്കാക്ക. അവൾ ഗ്ലാസ് വിൻഡോയിലൂടെ അകത്തേക്ക് നോക്കി. അവിടെ യന്ത്രങ്ങളുടെ താളത്തിൽ സയാന്റെ ശ്വാസം നിലനിൽക്കുന്നു. അവന്റെ ആ കരുത്തുറ്റ കൈകൾ അനക്കമില്ലാതെ കിടക്കുന്നത് അവൾക്ക് സഹിക്കാനായില്ല. പെട്ടെന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നു. അദ്ദേഹത്തിന്റെ BP ലോ ആവുകയാണ്, ശ്വസിക്കാൻ പ്രയാസപ്പെടുന്നുണ്ട്. അദ്ദേഹം ആരോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് അകത്തേക്ക് കയറിക്കോളൂ. ഷാനിം ഹൈറയെ നോക്കി. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഗൗൺ ധരിച്ച് അകത്തേക്ക് കയറി. സയാന്റെ അടുത്തെത്തിയപ്പോൾ അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ആ ഗാംഭീര്യമുള്ള മുഖം വിളറിയിരിക്കുന്നു. ഹൈറ അവന്റെ തണുത്ത കൈകൾ തന്റെ കൈക്കുള്ളിലാക്കി. സയാനിക്ക, ഇത് ഞാന് നിങ്ങളുടെ ഹൈറ. ഇക്ക പറഞ്ഞു തന്നെ കല്യാണത്തിന് വരുന്നു. ഇക്കാതിന് മാല ചാർത്ത ഞാൻ റെഡിയായി നിൽക്കുക. എന്നെ ഒറ്റക്കാക്കി പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവളുടെ കണ്ണുനീർത്തുള്ളികൾ സയാന്റെ കൈകളിൽ പതിച്ചു. പെട്ടെന്ന് ആ വിരലുകളൊന്ന് അനങ്ങി. മെഷീന്റെ താളം പതുക്കെ മാറി തുടങ്ങി. സയാൻ കണ്ണുറക്കാൻ കഷ്ടപ്പെട്ടു. പതുക്കെ അവൻ തന്റെ കൃഷ്ണമണികൾ ചലിപ്പിച്ച് ഹൈറയെ നോക്കി. ഓക്സിജൻ മാസ്കിനുള്ളിലൂടെ അവൻ വളരെ പതുക്കെ മന്ത്രിച്ചു. ഹൈറോ, ഇക്ക, ഞാൻ ഇവിടെയുണ്ട്. ആൾ അവന്റെ കൈകളിൽ ചുംബിച്ചു. സയാന്റെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അവന്റെ കണ്ണുകളിൽ ആ പഴയ തീക്ഷ്ണതയുടെ ഒരു കനൽ ബാക്കിയുണ്ടായിരുന്നു. സയാൻ മുബാറക്ക് തോറ്റുകൊടുക്കില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? നിന്റെ പ്രാർത്ഥന അതാ എന്നെ തിരിച്ചു കൊണ്ടുവന്ന്. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു. അവന്റെ പൾസ് റേറ്റ് നോർമലായി വരുന്നു. പ്രണയത്തിന്റെ ആ എക്സ്ട്രീം പവർ മരണത്തെ പോലും തോൽപ്പിച്ചിരിക്കുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം സയാനെ റൂമിലേക്ക് മാറ്റി. അവൻ ബെഡിൽ ചാരിയിരിക്കുകയാണ്. ഹൈറ അവൻ ആപ്പിൾ മുറിച്ച് കൊടുക്കുന്നു. സയാൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുക? ഹൈറ നാണത്തോടെ ചോദിച്ചു. നിനക്ക് ഈ ഹോസ്പിറ്റൽ വേഷത്തേക്കാൾ നന്നായി ചേരുന്നത് ആ ചുവന്ന ലഹങ്കയാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. സയാൻ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു. ഇക്കാക്ക് ഇപ്പോഴും ആ കലിപ്പിനും റൊമാൻസിനും ഒക്കെ കുറവില്ലല്ലോ. മരണം വരെ എത്തിയിട്ട് വന്നതായി മനുഷ്യൻ. ആളതിനെ കളിയാക്കി. സയാൻ അവിടെ കൈ പിടിച്ച് തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. നിന്നെ ഈ നെഞ്ചിരിപ്പ് നിലക്കാത്തിടത്തോളം കാലം ഈ സയാൻ ഇങ്ങും പോയില്ല ഹൈറു. ഈ വെടിയുണ്ടേക്കാൾ ശക്തി നിന്റെ പ്രണയത്തിനുണ്ട്. പെട്ടെന്ന് സബ് ഇൻസ്പെക്ടർ കുറുപ്പ് അവിടേക്ക് വന്നു. സർ, മിഷൻ സക്സസ് ആണ്. ആ ആയുധക്കടത്ത് സംഘം മുഴുവൻ അകത്തായി. സർക്കാരിന്റെ വക വലിയ റിവാർഡ് സാറിനെ കാത്തിരിക്കുന്നുണ്ട്. സയാൻ ഹൈറയെ നോക്കി കണ്ണിറുക്കി. ഏയ്, എനിക്ക് സർക്കാരിന്റെ റിവാർഡൊന്നും വേണ്ട കുറുപ്പേ. നാളെ എന്നെ നിക്കാഹ. അവിടെ എന്നെ എത്തിക്കാൻ ഒരു പോലീസ് എസ്കോർട്ട് റെഡിയാക്കിയാൽ മതി. എനിക്ക് എന്റെ പെണ്ണിനെ സ്വന്തമാക്കണം. സയാന്റെ മറുപടി കേട്ട് എല്ലാവരും ചിരിച്ചു. ആ 14 രാവ് അടുത്തെത്തിക്കഴിഞ്ഞു. ആകാശത്ത് ചന്ദ്രൻ പൂർണ്ണമായി തെളിയാൻ പോകുന്നു. ഇനി ആഘോഷത്തിന്റെ ദിനങ്ങളാണ്. ആശുപത്രി മുറിയിൽ സയാൻ കണ്ണുറന്ന വാർത്ത കേട്ടതും സയാന്റെ ഉമ്മയിപ്പയും ഓടിയെത്തി. ഉമ്മ മുറിക്കുള്ളിലേക്ക് കയറി തന്നെ വിറച്ചുകൊണ്ടായിരുന്നു. തന്റെ കരുത്തനായ മകൻ ബെഡിൽ തളർന്നു കിടക്കുന്ന കണ്ടതും ആ ഉമ്മയുടെ കണ്ണു നിറഞ്ഞു. എന്റെ മോനെ! ഉമ്മ അവന്റെ തലയിൽ കൈവച്ച് പൊട്ടിക്കരഞ്ഞു. സയാൻ പതുക്കെ ഉമ്മയുടെ കയ്യിൽ പിടിച്ചു. ഉമ്മ, എന്തിനേ കരയുന്നു? ഇതാ നോക്കി, നിങ്ങളുടെ മകനൊരു പോർലില്ലാതെ തിരിച്ചു വന്നില്ലേ? സയാൻ ആ കലിപ്പിന് ഇമേജൊക്കെ മാറ്റി ഒരു പാവം കുട്ടിയെ പോലെ ചിരിച്ചു. പോടാ, നിനക്ക് എപ്പോഴും ഈ പോലീസും വെടിവെപ്പൊക്കെ മതി. ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്ന നീറ്റിൽ നീ അറിയുന്നുണ്ടോ? ഉമ്മ സ്നേഹത്തോടെ അവനെ വഴക്ക് പറഞ്ഞു. സയാന്റെ ഉപ്പ ഗൗരവക്കാരനാണെങ്കിലും മകന്റെ അവസ്ഥ കണ്ടപ്പോൾ അയാളുടെ കണ്ണുകൾ ഈറനണിഞ്ഞു. ഇവ മുബാറക്കിന്റെ മകനല്ലേ, അത്ര പെട്ടെന്ന് വീണോടിക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. മിഷൻ പൂർത്തിയാക്കിയ ശേഷം ഇവൻ കണ്ണുറക്കൂന്ന് ഞാൻ ഉമ്മയോട് പറഞ്ഞിരുന്നു. ഉപ്പ അഭിമാനത്തോടെ സയാന്റെ തോളിൽ തട്ടി. സയാൻ ഹൈറയെ നോക്കി. അവൾ അല്പം മാറി നിന്ന് ഈ കുടുംബ സംഗമം നോക്കി നിൽക്കുകയായിരുന്നു. സയാൻ അവൾ അടുത്തേക്ക് വിളിച്ചു. ഉമ്മ, ഞാൻ തിരിച്ചു വരാൻ കാരണം ഇവളാ. ICUവിൽ വെച്ച് ഇവൾ എന്നെ കുറെ വഴക്ക് പറഞ്ഞു. സഹിക്ക വയ്യാതെ ഞാൻ എഴുന്നേറ്റ് വന്നാ. സയാൻ തമാശ പറഞ്ഞു. ഉമ്മ ഹൈറയെ അരികിലേക്ക് ചേർത്ത് നിർത്തി നെറ്റിയിൽ ഉമ്മ വെച്ചു. എനിക്കറിയാം മോളെ, നിന്റെ പ്രാർത്ഥനയാ എന്റെ മോനെ എനിക്ക് തിരിച്ചു തന്ന്. പിറ്റേന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തിയ സയാനെ സ്വീകരിക്കാൻ നാട് മുഴുവൻ തടിച്ചുകൂടിയിരുന്നു. വീൽ ചെയറിലിരിക്കാൻ സയാൻ തയ്യാറായില്ല. ഹൈറയുടെയും ഷാനിമിന്റെയും കൈകളിൽ താങ്ങിയവൻ നടന്നു തന്നെ അകത്തേക്ക് കയറി. സയാൻ, നീ കുറച്ച് വിശ്രമിക്കുക.
നാളെയാ നിന്റെ നിക്കാഹ്. ഉപ്പ ഓർമ്മിപ്പിച്ചു. വിശ്രമ നിക്കാഹ് കഴിഞ്ഞിട്ട് പോരേക്ക. എനിക്ക് നാളെ ആ 14 രാവിലെ എൻ്റെ ഹൈറ എൻ്റേതാക്കണം. അതിനുള്ള ഊർജ്ജം എനിക്ക് ഇപ്പോഴേ ഉണ്ട്. സയാൻ ഹൈറയെ നോക്കി കണ്ണിറുക്കി. രാത്രിയിൽ സയാന്റെ മുറിയിലേക്ക് ഹൈറ പതുക്കെ ചെന്നു. അവൻ ജനാലയിലൂടെ ചന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. അവൻ പതുക്കെ തിരിഞ്ഞു നോക്കി. നാളെ ഈ സമയത്ത് നീ എൻ്റെ കൂടെ ഈ മുറിയിലുണ്ടാവും ഹൈറ. ഈ പോലീസ് ഓഫീസറുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയ ദിവസം അത് നാളെയാണ്. സയാൻ തന്നെ മുറിവേറ്റ കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ഈ പരിക്ക് എനിക്ക് വലിയൊരു പാഠമാണ് ഹൈറ. പ്രാണൻ പണയം വെച്ചും സംരക്ഷിക്കേണ്ട ഒന്നാണ് പ്രണയമെന്ന് എനിക്ക് മനസ്സിലായി. നീ റെഡിയല്ലേ നാളത്തെ ആ വലിയ ദിവസത്തിന്? ഹൈറ നാളത്തോടെ അവന്റെ നെഞ്ചിൽ തലയായിച്ചു. ഇക്കയുടെ കൂടെ ഈ ലോകത്തിന്റെ അവസാനം വരെ വരാൻ ഞാൻ റെഡിയാണ്. ആ വലിയ തറവാട് വീടിന്റെ മുറ്റത്ത് ഒരു സ്വർഗരാജ്യം തന്നെ ഒരുക്കിയിരിക്കുകയാണ്. തൂവെള്ള തുണികളും മല്ലികപ്പൂക്കളും കൊണ്ട് അലങ്കരിച്ച പന്തൽ, സ്പീക്കർ ബോക്സിലൂടെ ഒഴുകി വരുന്ന മനോഹരമായ ഇശലുകൾ. ഗ്രാമം മുഴുവൻ ആ നിക്കാഹ് ആഘോഷിക്കാൻ എത്തിയിട്ടുണ്ട്. ഹൈറ ഇന്ന് ഒരു മാലാഖയെ പോലെ സുന്ദരിയാണ്. താൻ ഷോപ്പിങ്ങിന് പോയി എടുത്ത ആ ചുവന്ന ലഹങ്കയും സയാൻ അണിച്ച കരിമണി മാലയും അണിഞ്ഞ് അവൾ ആ പന്തലിൽ ഇരിക്കുകയാണ്. അവളുടെ വിരൽ തുമ്മിലെ മൈലാഞ്ചി ചുവപ്പിൽ സയാൻ എന്ന പേര് കൂടുതൽ തെളിഞ്ഞു കണ്ടു. പെട്ടെന്നാണ് പുറത്ത് വലിയൊരു ആരവമുയർന്ന് പോലീസ് ജീപ്പുകളുടെ സൈറൺ മുഴങ്ങി. ദാ നമ്മളെ മണവാളെത്തി, ആരോ വിളിച്ചു പറഞ്ഞു. 10ഓളം പോലീസ് ജീപ്പുകളുടെ അകമ്പടിയോടെ വെള്ള ഓടിക്കാരിൽ സയാൻ മുബാറക്ക് എത്തി. പരിക്കിന് ലക്ഷങ്ങളൊന്നും പുറത്തു കാട്ടാതെ കറുത്ത ഷെർവാണിയും കയ്യിൽ വില കൂടിയ വാച്ചുമണിഞ്ഞ് അവൻ കാറിൽ നിന്നിറങ്ങി. സയാന നടപ്പിലും നോട്ടത്തിലും ഒരു IPS ഓഫീസറുടെ തലയെടുപ്പും പ്രണയിനിയുടെ ഉടമസ്ഥാവകാശവും പ്രകടമായിരുന്നു. സയാൻ പന്തലിലേക്ക് കയറി വരുമ്പോൾ ജനക്കൂട്ടം ബഹുമാനത്തോടെ വഴിമാറി. അവൻ നേരെ പോയത് ഹൈറ ഇരിക്കുന്ന ഭാഗത്തേക്കാണ്. എല്ലാവരും നോക്കി നിൽക്കെ സയാൻ അവിടെ മുമ്പിലും നിന്നു. അവളുടെ കണ്ണുകളിലെ നാണം കണ്ടപ്പോൾ സയാന്റെ മുഖത്ത് ആ മാരകമായ കള്ളച്ചിരി വിരിഞ്ഞു. അങ്ങനെ കാത്തിരിപ്പിന് അവസാനമാവാൻ പോകുന്നു ഹൈറ. അവൻ പതുക്കെ മന്ത്രിച്ചു. നിക്കാഹ് ചടങ്ങുകൾ തുടങ്ങി. കാലിയോട് സയാൻ ഉറച്ച ശബ്ദത്തിൽ കബൂൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ പന്തൽ മുഴുവൻ സന്തോഷം നിറഞ്ഞു. ഹൈറയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. അവളിപ്പോൾ വെറുമൊരു ഹൈറയല്ല, ശ്രീമതി ഹൈറ സയാൻ മുബാറക്കാണ്. ചടങ്ങുകൾക്ക് ശേഷം സയാൻ ഹൈറയുടെ അടുത്തേക്ക് വന്നു. അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു. സദസ്സിലിരുന്ന മൂസിനെയും മാജിദയും വായ്പത്തി ചിരിച്ചു. സയാൻ സർ, ഇതിപ്പോ പബ്ലിക് പ്ലേസ് ആണെന്ന കാര്യം മറക്കണ്ട, ഷാനിം കളിയാക്കി. സയാൻ ഹൈറയുടെ കൈ മുറുക്കെ പിടിച്ചു. ഇത്രയും കാലം ഞാൻ നിയമം പാലിച്ചവനാണ് ഷാനി, പക്ഷേ ഇന്നു മുതൽ എന്റെ നിയമം ഇവളാ. എന്റെ പെണ്ണിനെ ഞാൻ പ്രണയിക്കുന്ന ആർക്കും പ്രശ്നമാവില്ലല്ലോ. സയാൻ ആ മറുപടിയിൽ ഷാനിം ചിരിച്ചുപോയി. സദ്യ കഴിഞ്ഞ് രാത്രിയായപ്പോൾ സയാൻ ഹൈറയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊരുങ്ങി. യാത്ര തിരിക്കുന്നതിന് മുമ്പ് അവൻ അവരുടെ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ഇവളെ എനിക്ക് തന്നതല്ല, നിങ്ങളുടെ ഏറ്റവും വലിയ നിധിയെ എന്നെ വിശ്വസ്തമായി ഏൽപ്പിച്ചതാ. എന്റെ അവസാന ശ്വാസം വരെ ഇവൾക്കൊരു കണ്ണുനീർ തുള്ളി പോലും വരാതെ ഞാൻ നോക്കിക്കോളാം. സയാന്റെ വീടിന്റെ ഉമ്മറത്ത് മാരണിക്കുന്ന ചടങ്ങ് നടന്നു. സയാൻ അവളുടെ കഴുത്തിൽ ആ മനോഹരമായ മാല മുറുക്കി. അവന്റെ വിരലുകൾ അവളുടെ കഴുത്തിൽ തട്ടിയപ്പോൾ ഹൈറയുടെ ഹൃദയം പടപടാ മിടിച്ചു. സയാനിക്ക, എല്ലാവരും നോക്കുന്നു. നോക്കട്ടെ, നീ എന്റെ ഹൃദയമിടിപ്പ് നിനക്കിപ്പോ കേൾക്കാമോ? സയാൻ അവളെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. ആകാശത്ത് ആ 14 രാവിന്റെ ചന്ദ്രൻ പൂർണ്ണ രൂപത്തിൽ ഉദിച്ചു നിന്നു. നിലാവും കുളിർമഴയും ഒന്നിച്ച് പെയ്യുന്ന ആ രാത്രിയിൽ സയാൻ തന്റെ പ്രാണനെ തന്റെ ജീവിതത്തിലേക്ക് ഔദ്യോഗികമായി ആനയിച്ചു. സയാന്റെ വീടാകെ ശാന്തമായിരുന്നു. വിവാഹത്തിന്റെ തിരക്കുകളെല്ലാം ഒഴിഞ്ഞു. സയാന്റെ മുറി മുല്ലപ്പൂക്കളുടെയും പനനീർപ്പൂക്കളുടെയും ഗന്ധം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ജനാലകൾ മലർക്കെ തുറന്നിട്ടിട്ടുണ്ട്. പുറത്ത് നിലാവിൽ കുളിച്ചു നിൽക്കുന്ന രാത്രി. ഹൈറ കട്ടിൽ തലതാഴ്ത്തിയിരിക്കുകയായിരുന്നു. കൈകളിലെ മൈലാഞ്ചി ചുവപ്പും കഴുത്തിലെ മാലയും അവളുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു. അവളുടെ ഹൃദയമിടിപ്പ് അവൾക്ക് തന്നെ കേൾക്കാമായിരുന്നു. വാതിൽ പതുക്കെ തുറന്നു. സയാൻ അകത്തേക്ക് കയറി വാതിലടച്ചു. അവൻ തന്നെ ഷെർവാണിയുടെ മുകളിലെ ബട്ടൺസ് പതുക്കെ അഴിച്ചു മാറ്റി. കണ്ണാടിയിലൂടെ അവൻ ഹൈറയെ നോക്കി. ഇപ്പോഴീ പേടി മാറുന്നില്ലേ ഹൈറ? സയാൻ അവിടെ അടുത്തേക്ക് വന്നു. ഹൈറ ഒന്നും മിണ്ടാതെ തന്റെ വിരലുകളിൽ നോക്കിയിരുന്നു. സയാൻ അവിടെ അരിയിലിരുന്നു. അവൻ അവിടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. ആ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു. ഇന്ന് ഞാൻ IPS ഓഫീസറല്ല, നിന്റെ സയാൻ മാത്രമാ. എന്റെ കലിപ്പും ഗൗരവം ഒക്കെ ഇന്ന് പുറത്താ. അവൻ അവളുടെ കാതോരം മന്ത്രിച്ചു. സയാൻ എഴുന്നേറ്റ് പോയി ലൈറ്റ് അണച്ചു. മുറിയിൽ ഇപ്പോൾ ആ ചന്ദ്രന്റെ വെള്ളി വെളിച്ചം മാത്രമാണുള്ളത്. അവനൊരു ചെറിയ പെട്ടിയെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. ഇതെന്തേക്ക? ഹൈറ അത്ഭുതത്തോടെ ചോദിച്ചു. തുറന്നു നോക്ക്. അതൊരു ചെറിയ ഡയറി ആയിരുന്നു. ഹൈറ തുറന്നപ്പോൾ അതിലവിടെ ഫോട്ടോകളും സയാൻ ഓരോ ദിവസം അവളെ കുറിച്ച് എഴുതിയ വരികളും ഉണ്ടായിരുന്നു. നീ എന്റെ ജീവിതത്തിലേക്ക് വന്ന ആദ്യ ദിവസം നിന്നെ ഞാൻ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ കണ്ടപ്പോൾ അങ്ങനെ ഓരോ നിമിഷവും അവൻ കുറിച്ചു വെച്ചിരുന്നു. സയാനിക്ക, ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നോ? ഹൈറയുടെ കണ്ണുകൾ നിറഞ്ഞു.
സയാൻ അവളെ പിന്നിൽ നിന്ന് പുണർന്നു. ഹൈറു, നിനക്ക് വേണ്ടി ഞാനൊരു സർപ്രൈസ് കൂടി വെച്ചിട്ടുണ്ട്. ജനാലയിലൂടെ പുറത്തേക്ക് നോക്ക്. ഹൈറു നോക്കുമ്പോൾ അവരുടെ മുറ്റത്ത് ആ വലിയ മരത്തിന് മുകളിൽ സയാൻ ഒരു ചെറിയ ഗ്ലാസ് ഹൗസ് പണിതിട്ടുണ്ട്. അതിനു ചുറ്റും ചെറിയ ലൈറ്റുകൾ മിന്നിത്തിളങ്ങുന്നു. നമ്മുടെ ആദ്യത്തെ രാത്രി ഈ ചന്ദ്രന് കീഴെ ആകാശത്തിന് താഴെയാവണം. അതെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു, സയാൻ പറഞ്ഞു. അവൻ അവളെയും എടുത്ത് ആ ഗ്ലാസ് ഹൗസിലേക്ക് നടന്നു. അവിടെ പൂക്കൾ വിരിച്ച മെത്തയിൽ അവൻ അവളെ ഇരുത്തി. പുറത്ത് ചാറ്റൽ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ഗ്ലാസ് ഭിത്തികളിൽ മഴത്തുള്ളികൾ ചിത്രം വരയ്ക്കുന്നു. സയാൻ അവളുടെ മുഖം തന്റെ കൈക്കുള്ളിലാക്കി. ഇനി ഈ ലോകത്ത് നീ ഞാനും മാത്രം. നിന്റെ ഓരോ ശ്വാസവും എൻ്റെ സംരക്ഷണയിലായിരിക്കും. ഐ ലവ് യു കാന്താരി. അവനവളുടെ നെറ്റിയിൽ അലിഞ്ഞു ചേരുന്ന ഒരു ചുംബനം നൽകി. ആ രാത്രിയിൽ മഴയുടെയും നിലാവിന്റെയും സാന്നിധ്യത്തിൽ സയാൻ തന്റെ പ്രാണനെ തന്റെ പ്രണയം കൊണ്ട് മൂടി. ഒരു കലിപ്പൻ പോലീസുകാരൻ തന്റെ പ്രിയതമക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങിയ രാത്രിയായിരുന്നു അത്. അതിരാവിലെ സൂര്യപ്രകാശം ഗ്ലാസ് ഹൗസിനുള്ളിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ ഹൈറമെല്ലാം കണ്ണു തുറന്നു. തന്റെ നെറ്റിക്കുറുമ്പിൽ തട്ടി നിൽക്കുന്ന സയാന്റെ കൈകൾ അവൾ പതുക്കെ മാറ്റി. ഉറക്കത്തിലും ആ മുഖത്തൊരു ഗാംഭീര്യമുണ്ട്. അവൾ അറിയാതെ ആ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. പെട്ടെന്ന് സയാൻ അവളുടെ കൈ കടന്നു പിടിച്ചു. അവൻ ഉറങ്ങിയിരുന്നില്ല. കള്ളൻ, നീക്ക് ഉറങ്ങിയിരുന്നില്ലേ? ഇല്ലടി പെണ്ണ്, എന്റെ കാന്താരിയുടെ സ്നേഹം എന്നറിയാൻ വേണ്ടി കണ്ണടച്ച് കിടന്നല്ലേ ഞാൻ. കല്യാണം കഴിഞ്ഞപ്പോ സ്നേഹത്തിന് കൂടിയിട്ടുണ്ടല്ലേ. സയാൻ അവളെ വലിച്ചു തന്നെ നെഞ്ചിലേക്ക് കിടത്തി. മതി മതി, നേരം വെളുത്തു, എല്ലാവരും എഴുന്നേൽക്കും. ഹൈറ എഴുന്നേൽക്കാൻ നോക്കി. സയാൻ തന്റെ വാച്ചിലേക്ക് നോക്കി. എഴുന്നേൽക്കട്ടെന്നേ, പക്ഷെ ഇന്ന് നിനക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. 1 മണിക്കൂറിൽ റെഡി ആയിക്കോ, നമ്മളൊന്ന് പുറത്തു പോകുന്നു. എങ്ങോട്ടേക്കാ? ചോദിക്കരുത്, പറഞ്ഞാൽ സർപ്രൈസ് പോവും. സയാൻ കണ്ണിറുക്കി. 1 മണിക്കൂർ കഴിഞ്ഞ് ഹൈറ സുന്ദരിയായി ഒരു നീല സൽവാർ അണിഞ്ഞു വന്നു. സയാൻ തന്റെ കറുത്ത ബുള്ളറ്റുമായി മുറ്റത്ത് കാത്തു നിൽക്കുകയായിരുന്നു. കറുത്ത കണ്ണടയും വെള്ള ഷർട്ടുമിട്ട സയാനെ കണ്ടാൽ ആരും നോക്കിപ്പോവും. കയറ്. ബൈക്ക് പാഞ്ഞത് സിറ്റിയുടെ തിരക്കുകളിലേക്കല്ല, മറിച്ച് സയാൻ ചാർജ് എടുക്കാൻ പോകുന്ന പുതിയ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്കായിരുന്നു. അവിടെ വലിയൊരു പരേഡ് ഗ്രൗണ്ട്. 100 കണക്കിന് പോലീസുകാർ അണിനിരന്ന് നിൽക്കുന്നു. സയാൻ വണ്ടി നിർത്തി. അവൻ ഹൈറയുടെ കൈപ്പിടിച്ച് മുന്നിലേക്ക് നടന്നു. എല്ലാ പോലീസുകാരും ഒറ്റ സ്വരത്തിൽ സല്യൂട്ട് അടിച്ചു. സയാൻ ഹൈറയെ തന്റെ തൊട്ടടുത്ത് നിർത്തി. ഇന്ന് ഞാൻ എന്റെ പുതിയ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യുക. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിനേക്ക് കരുത്തെന്ന് ഇവളാ. അതുകൊണ്ട് എന്റെ കസേരയിൽ ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് ഞാനെന്ന ഓഫീസറെ എന്റെ പെണ്ണിന് പരിചയപ്പെടുത്തണം. സയാൻ ഓഫീസിലേക്ക് കയറി. അവിടെ തന്റെ കസേരയ്ക്ക് മുമ്പിൽ നിന്നു. അവൻ പതുക്കെ ഹൈറയെ ആ കസേരയിലേക്കൊന്ന് ഇരുത്തി. സയാനിക്ക, ഇത് ഇക്കയുടെ കസേരയല്ലേ? ഞാനെങ്ങനെയാ? ഹൈറ പരിഭ്രമിച്ചു. ഈ കസേരയിലിരിക്കുന്ന ഓഫീസറെ നിയന്ത്രിക്കുന്നത് നീയാണ് ഹൈറു. ഈ പോലീസ് യൂണിഫോമിന് പിന്നിലെ ഹൃദയം അത് നിന്റേതാ. ഇത് നീ ഓർക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. സയാൻ അവിടെ അരികിൽ കുനിഞ്ഞെന്ന് ആ കസേരയുടെ കൈപ്പിടിയിൽ പിടിച്ചു. അപ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ അകത്തേക്ക് വന്നത്. സർ, ഒരു പഴയ കേസ് ഫയൽ വന്നിട്ടുണ്ട്. സയാൻ ഹൈറയെ എഴുന്നേൽപ്പിച്ച് കസേരയിലിരുന്നു. പറയൂ, എന്താ കേസ്? സയാന്റെ ശബ്ദം പെട്ടെന്ന് ആ പഴയ IPS ഓഫീസറുടേതായി മാറി. ഹൈറ അത്ഭുതത്തോടെ നോക്കി നിന്നു. സ്നേഹിക്കുമ്പോൾ മെഴുകുപോലെ ഉരുകുന്ന സയാൻ ഡ്യൂട്ടിയിൽ വന്നാൽ ഇന്ദ്രനീലക്കല്ല് പോലെ കടുപ്പമുള്ളവനാവും. ആ മാറ്റം അവൾക്ക് വലിയൊരു അറിവായിരുന്നു. തിരികെ വണ്ടിയിൽ കയറുമ്പോൾ സയാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് എൻ്റെ ഓഫീസ്? സൂപ്പർ, പക്ഷെ ഇക്ക കസേരയിൽ ഇരുന്നപ്പോൾ എനിക്ക് പേടി തോന്നിട്ടോ. സയാൻ ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി. പേടിക്കേണ്ട ഹൈറു, ലോകം മുഴുവൻ എന്നെ പേടിച്ചാലും ഞാൻ പേടിക്കുന്നതിൻ്റെ ഈ കുഞ്ഞു കണ്ണുകളെ മാത്രമാണ്. അവൻ അവളുടെ കൈവിരലുകൾ തന്റെ ചുണ്ടോട് ചേർത്തു. ഇനി നമുക്ക് നേരെ കടപ്പുറത്തേക്ക് പോവാം. അവിടെ നിനക്ക് വേണ്ടി വലിയൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് ഞാൻ. നഗരത്തിൽ അല്പം മാറി പ്രകൃതി ഭംഗി തുളുമ്പുന്ന ഒരിടത്താണ് സയാന്റെ പുതിയ ക്വാർട്ടേഴ്സ്. ഗവൺമെന്റ് നൽകിയ ആ പഴയ ബംഗ്ലാവ് സയാൻ തന്റെ ഇഷ്ടത്തിന് പുതുക്കി പണിതിരുന്നു. വീടിന് ചുറ്റും പൂന്തോട്ടവും പിന്നിൽ ചെറിയൊരു പുഴയുമുണ്ട്. ഇതാണ് നമ്മുടെ വീട്? ഹൈറ അത്ഭുതത്തോടെ വീടിന്റെ ഓരോ കോണും നോക്കി. നമ്മുടെ സ്വർഗം. യാ, ഇറ്റ്സ് അവർ പാരഡൈസ്. നമ്മുടെ സ്വർഗം. ഇവിടെ നിയമങ്ങളൊന്നുമില്ല. ഇവിടെ സയാൻ മുബാറക്ക് വെറും ഒരു സാധാരണക്കാരനാണ്. സയാൻ തന്റെ ബാഗുകൾ അകത്തേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ വല്ലാത്തൊരു ലഹരിയിലായിരുന്നു. രാവിലെ സയാൻ പരേഡിന് പോകാൻ ഇറങ്ങുമ്പോൾ ഹൈറയാണ് അവന്റെ യൂണിഫോം റെഡിയാക്കുന്നു. ആ തൊപ്പി അവൾ അവന്റെ തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ സയാൻ അവളെ വലിച്ചടുപ്പിക്കും. ഈ യൂണിഫോം ഇട്ട പിന്നെ സ്നേഹം പാടില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ സയാനിക്ക? ഹൈറ ചിരിച്ചുകൊണ്ട് മാറാൻ നോക്കും. നിയമം ലംഘിക്കുന്നവരെ പിടിക്കലല്ലേ എന്റെ പണി. നിന്റെ സ്നേഹ നിയമങ്ങൾ ഞാനിങ്ങനെ ലംഘിച്ചുകൊണ്ടേയിരിക്കും. സയാൻ അവിടെ കവളിൽ പതുക്കെ കടിക്കും. ഒരു വൈകുന്നേരം സയാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ആകെ മൂഡ് ഓഫിലായിരുന്നു. എന്തോ ഒരു കേസിന്റെ ടെൻഷൻ അവന്റെ മുഖത്തുണ്ട്. ഹൈറ ചായയുമായി വന്നപ്പോൾ അവൻ ലാപ്ടോപ്പിൽ എന്തോ സീരിയസ് ആയി നോക്കിയാണ്. ഇക്ക, ചായ. സയാൻ മറുപടി നൽകിയില്ല. സയാനിക്ക, ചായ കുടിക്ക്. ഹൈറ ശബ്ദം അല്പം കൂട്ടി. ഹൈറു, എനിക്കിപ്പോ തിരക്കുണ്ട്, നീ അത് വിളിച്ചിട്ട് പോ.
സയാന്റെ സ്വരൽപ്പം കടുപ്പമായിരുന്നു. ആ പഴയ പോലീസ് ഓഫീസറുടെ ഗാംഭീര്യം അറിയാതെ പുറത്തു വന്നു. ഹൈറയുടെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. അവൾ ചായക്കപ്പാട് വെച്ച് മിണ്ടാതെ അടുക്കളയിലേക്ക് പോയി. രാത്രി ഭക്ഷണത്തിന് വിളിച്ചപ്പോഴും അവൾ വന്നില്ല. സയാൻ ലാപ്ടോപ്പ് അടച്ചപ്പോഴാണ് താൻ പറഞ്ഞൽപ്പം കൂടിപ്പോയെന്ന് മനസ്സിലായത്. അവൻ പതുക്കെ ബെഡ്റൂമിലേക്ക് ചെന്നു. ഹൈറ പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അവളുടെ വിതുമ്പിൽ പുറത്തേ കേൾക്കാം. സയാൻ അവിടെ അരികിലിരുന്നു. ഹൈറു, സോറിടാ, ഞാൻ ആ കേസിന്റെ ടെൻഷനിൽ അറിയാതെ. ഹൈറ മുഖം തിരിച്ചു. ഇക്കയുടെ ആ പോലീസ് കലിപ്പ് എന്നോട് കാണിക്കണ്ട, ഞാൻ ഇക്കയുടെ പ്രതിയൊന്നല്ലല്ലോ. സയാൻ ചിരിച്ചുപോയി. അതിനാളെ ബലമായി പിടിച്ച് തന്നെ മടിയിലേക്ക് ഇരുത്തി. എന്റെ ഏറ്റവും വലിയ കുറ്റവാളി നീയാണ് ഹൈറ. എന്റെ സമാധാനം മോഷ്ടിച്ചതിന് നിനക്ക് ഞാൻ ആജീവനാന്ന് തടവ് ശിക്ഷ തന്നിരിക്കുകയാണല്ലോ. അവനവളുടെ കണ്ണുനീർ തുടച്ചു. ഇനി മേലാൽ ഞാൻ നിന്നോട് ചൂടാവില്ല, സത്യം. അവൻ തന്റെ ഹൃദയത്തിന് മുകളിൽ കൈവച്ച് സത്യം ചെയ്തു. ഹൈറ അവന്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. ഇക്ക തിരക്കിലാണെങ്കിൽ സയാൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു. സമാധാനിപ്പിക്കാൻ എനിക്ക് അത്ര വലിയ വാക്കുകളൊന്നും അറിയില്ല ഹൈറു. പക്ഷേ ഈ സയാൻ മുബാറക്കിന്റെ ലോകം നീയാണെന്ന് നിനക്കറിയാലോ. അവർ രണ്ടുപേരും കൂടി രാത്രിയിൽ പുഴയുടെ തീരത്തിറങ്ങി നടന്നു. ആ രാത്രിയിൽ ചന്ദ്രൻ ആ പുഴയിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു. സയാൻ അവളെ കൈകളിൽ കോരിയെടുത്തു. ഇക്ക ആരെങ്കിലും കാണും. ഹൈറ പേടിയോടെ ചുറ്റും നോക്കി. കണ്ടോട്ടേന്ന് IPS ഓഫീസറുടെ റൊമാൻസ് എല്ലാവരൊന്ന് കാണട്ടെ. സയാൻ ഉറക്കെ ചിരിച്ചു. സയാന്റെയും ഹൈറയുടെയും ജീവിതം ഒരു മനോഹരമായ സ്വപ്നം പോലെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ആ സ്വപ്നത്തിലേക്ക് പഴയ ശത്രുക്കൾ മടങ്ങി വരുന്നുണ്ടെന്ന് സയാൻ അറിഞ്ഞിരുന്നില്ല. സയാൻ ജയിലടച്ച ആയുധക്കടത്ത് സംഘത്തിന്റെ തലവൻ വിക്രം റോയ് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്നു. അവന്റെ ഏക ലക്ഷ്യം സയാൻ മുബാറക്കിനെ തകർക്കുകയെന്നായിരുന്നു. അന്ന് രാവിലെ സയാൻ ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു. ഇക്ക, ഇന്ന് നേരത്തെ വരുമോ? നമുക്ക് ആ പുതിയ സിനിമക്കോണെന്ന് പറഞ്ഞല്ലേ? ഹൈറ അവന്റെ യൂണിഫോം ബെൽറ്റ് മുറുക്കിക്കൊണ്ട് ചോദിച്ചു. സയാൻ അവിടെ താടിയിൽ പിടിച്ചുയർത്തി. നോക്കാൻ കാന്താരി, സിറ്റിയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉടനെ ഞാൻ എത്തും. നീ റെഡി ആയിട്ടിരുന്നോ? സയാൻ അവിടെ നെറ്റിയിൽ ചുംബിച്ച് ബുള്ളറ്റിൽ കയറി പാഞ്ഞു. ഉച്ചയോടെ ഹൈറയുടെ ഫോണിലേക്ക് ഒരു അജ്ഞാത സന്ദേശം വന്നു. നിന്റെ സയാൻ അപകടത്തിലാ. അവർ നിനക്ക് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ ടൗണിനോർത്തുള്ള പഴയ ഗോഡൌണിലേക്ക് ഉടനെത്തുക. ഹൈറയുടെ നെഞ്ചിടിപ്പ് കൂടി. അവൾ സയാനെ വിളിക്കാൻ നോക്കി. പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഒന്നും ആലോചിക്കാതെ അവളൊരു ടാക്സി വിളിച്ച് ആ ഗോഡൌണിലേക്ക് തിരിച്ചു. സയാന്റെ ജീവൻ അപകടത്തിലാണെന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ ഉള്ളിൽ. പഴയ ഗോഡൌണിൽ ഹൈറ അകത്തേക്ക് ഓടിക്കയറി. പക്ഷെ അവിടെ സയാൻ ഉണ്ടായിരുന്നില്ല. പകരം വിക്രം റോയി അവന്റെ ഗുണ്ടകളും അവളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. സയാൻ എവിടെ? ഹൈറ പേടിയോടെ ചോദിച്ചു. സയാനൊക്കെ വരും മോളെ. നിന്നെ ഇവിടെ കണ്ട അവൻ ഓടി വരും. നിന്നെ തീർത്താൽ അവനെ തകർക്കാൻ എളുപ്പമാണെന്ന് എനിക്കറിയാം. വിക്രം റോയ് പൊട്ടിച്ചിരിച്ചു. അവനവളെ പിടിച്ച് കെട്ടിയിട്ടു. അതേസമയം ഓഫീസിൽ നിന്ന് സയാന്റെ വയർലെസ് സെറ്റിലേക്ക് ഒരു സന്ദേശം വന്നു. ഹൈറയെ ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. സയാന്റെ കണ്ണുകൾ ചുവന്നു. അവൻ തന്റെ കയ്യിൽ നിന്ന് പെൻസിൽ ഒടിച്ചു കളഞ്ഞു. കുറുപ്പേ, സകല ഫോഴ്സിനെ വിളിക്കുക. ഹൈറ ആരെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ഈ ജില്ലയിൽ നിന്ന് കത്തും. സയാൻ ജീപ്പിലേക്ക് ചാടി കയറി. സിറ്റിയിലൂടെ സൈറൻ മുഴക്കി സയാന്റെ ജീപ്പ് പാഞ്ഞു. വഴിയെ പോകുന്നവർ ആ ജീപ്പിന്റെ വേഗത കണ്ട് വിറച്ചു. സയാന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുകയായിരുന്നു. തന്റെ പെണ്ണിനെ കരയിപ്പിച്ചവൻ അന്ത്യം അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു. ഗോഡൌണിന് മുമ്പിൽ സയാൻ വണ്ടി സഡൻ ബ്രേക്കിട്ട് നിർത്തി. ജീപ്പിന്റെ വാതിൽ ചവിട്ടി തുറന്ന് അവൻ പുറത്തിറങ്ങി. കയ്യിൽ തോക്കുമായി നിൽക്കുന്ന സയാനെ കണ്ടാൽ മരണത്തിന്റെ ദേവൻ നേരിട്ട് വന്ന പോലെ തോന്നും. വിക്രം, പുറത്തിറങ്ങി വേണം പുല്ലേ! സയാന്റെ അലർച്ച ഗോഡൌൺ മുഴുവൻ പ്രതിധ്വനിച്ചു. അവനകത്തേക്ക് പാഞ്ഞു. ഗുണ്ടകൾ അവനെ തടയാൻ ശ്രമിച്ചെങ്കിലും സയാൻ അവരെല്ലാം വെറും കൈകൊണ്ട് അടിച്ചു വീഴ്ത്തി. അവന്റെ ഓരോ അടിയും അസ്ഥികൾ ഒടിക്കുന്ന ശബ്ദത്തോടെയായിരുന്നു. ഒടുവിൽ അവൻ ഹൈറയെ കണ്ടു. കസേരയിൽ കെട്ടിയിട്ട നിലയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ കാന്താരി. വിക്രം റോയ് അവളുടെ കഴുത്തിൽ കത്തിവെച്ച് നിൽക്കുന്നു. നിർത്തടാ സയാൻ, ഇനി ഒരടി കൂടി മുന്നോട്ട് വെച്ചാ ഇവിടെ കഴുത്ത് ഞാൻ അറക്കും. വിക്രം ആക്രോശിച്ചു. സയാൻ അവിടെ നിന്നു. അവന്റെ കണ്ണുകളിൽ കലിപ്പല്ല, മറിച്ച് ശത്രുവിനെ ചുട്ടുപൊളിക്കുന്ന പകയായിരുന്നു. അവൻ പതുക്കെ തന്റെ തോക്ക് തറയിൽ വെച്ചു. കത്തി താഴെയിടാ വിക്രം. സയാൻ മുബാറക്ക് യൂണിഫോം അഴിച്ചു വെച്ചാ പിന്നെ കാണുന്നത് ഒരു മൃഗത്തെ ആയിരിക്കും. നിന്നെ പച്ചക്ക് തിന്നാൻ പോലും എനിക്ക് മടിയില്ല. വിക്രം റോയുടെ കയ്യിലെ കത്തി ഹൈറയുടെ കഴുത്തിൽ മുനിയൂന്നി നിൽക്കുന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന ഓരോ തുള്ളി കണ്ണുനീരും സയാന്റെ ഉള്ളിലെ കനലിനെ കാട്ടി തീയാക്കി മാറ്റുകയായിരുന്നു. തോക്ക് എറിഞ്ഞടാ! വിക്രം അലറി. സയാൻ തന്റെ സർവീസ് റിവോൾവർ പതുക്കെ ദൂരേക്ക് എറിഞ്ഞു. എന്നിട്ട് തന്റെ ഷർട്ടിന്റെ കൈകൾ പതുക്കെ മടക്കി വെച്ചു. അവന്റെ മുഖത്ത് ഇപ്പോൾ ഒരു വല്ലാത്ത ശാന്തതയാണ്. കൊടുങ്കാറ്റിന് മുമ്പുള്ള ആ ഭയപ്പെടുത്തുന്ന ശാന്തത. വിക്രം, നീ ഒരു തെറ്റ് ചെയ്തു. എന്നെ കൊല്ലാൻ നോക്കിയെങ്കിൽ ഞാൻ നിന്നെ ജയിലിലിട്ടേനെ. പക്ഷെ നീ എന്റെ പെണ്ണിനെ തൊട്ടു. സയാൻ മുബാറക്കിന്റെ ലോകം അവസാനിക്കുന്ന അവളില്ല. അതുകൊണ്ട് നിന്റെ ലോകം ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. സയാൻ പെട്ടെന്ന് വായിലൊരു മിന്നൽ പോലെ പാഞ്ഞു. വിക്രം കത്തി വീശുന്നതിന് മുമ്പ് സയാന്റെ ബൂട്ട് അവന്റെ കൈത്തണ്ടയിൽ ആഞ്ഞു പതിച്ചു.
കത്തി തെറിച്ചുപോയി. അടുത്ത നിമിഷം സയാന്റെ മുഷ്ടി വിക്രമിന്റെ മുഖത്ത് ഇടിമുഴക്കം പോലെ പതിച്ചു. ഗുണ്ടകൾ സയാനെ വളഞ്ഞു. പക്ഷെ സയാൻ അപ്പോൾ ഒരു മനുഷ്യനായിരുന്നില്ല, മുറിവേറ്റ സിംഹമായിരുന്നു. അവനൊരാളെ തറ പിടിച്ച് ഭിത്തിയിലിടിച്ചു, മറ്റൊരാളെ വായുവിലുയർത്തി തറയിലിട്ടു. അവന്റെ ഓരോ ചലനത്തിലും മാരകമായ വേഗതയുണ്ടായിരുന്നു. വിക്രം ബ്രോ എഴുന്നേറ്റ് സയാന്റെ പിന്നിൽ നിന്നൊരു ഇരുമ്പോടി കൊണ്ട് അടിക്കാനാഞ്ഞു. ഹൈറ നിലവിളിച്ചു, ഇക്ക സൂക്ഷിക്ക്. സയാൻ തിരിഞ്ഞു നോക്കാതെ തന്നെ ആ വടി കൈകൊണ്ട് തടഞ്ഞു. അവന്റെ കയ്യിൽ നിന്ന് ചോര പൊടിഞ്ഞു. പക്ഷെ സയാൻ വേദന അറിഞ്ഞില്ല. അവൻ ആ വടി പിടിച്ചു വാങ്ങി വിക്രമിന്റെ കാലിനിട്ടൊരു അടി കൊടുത്തു. വിക്രം നിലവിളിച്ചുകൊണ്ട് വീണു. സയാൻ വിക്രമിന്റെ നെഞ്ചിൽ ചവിട്ടി പിടിച്ചു. എന്റെ പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞ പിന്നെ ഈ സയാൻ മുബാറക്കിന് നിയമം ഓർമ്മയുണ്ടാവില്ലടാ. ആ വിക്രമിനെ വലിച്ചഴിച്ച് ഹൈറയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവളുടെ കെട്ടുകൾ അഴിച്ചു മാറ്റി. ഹൈറ വിറച്ചുകൊണ്ട് സയാന്റെ നെഞ്ചിലേക്ക് വീണു. ഇക്ക നമുക്ക് പോവാം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സയാൻ അവളെ ചേർത്ത് പിടിച്ചു. അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും ആ കലിപ്പ് ബാക്കിയുണ്ട്. പേടിക്കേണ്ട ഹൈറു, നിന്റെ ഇക്ക ഇവിടെയുണ്ട്. അപ്പോഴേക്കും പോലീസ് ഫോഴ്സ് അവിടേക്ക് ഇരച്ചുകയറി. സബ് ഇൻസ്പെക്ടർ കുറുപ്പും സംഘവും വിക്രമിനെയും കൂട്ടാളികളെയും വിലങ്ങ് വെച്ചു. സർ, സാറിന്റെ കയ്യിൽ നിന്ന് ചോര വരുന്നു. കുറുപ്പ് പരിഭ്രമിച്ചു. സയാൻ തന്റെ കയ്യിലെ മുറിവിലേക്കും നോക്കി പുച്ഛിച്ചിരിച്ചു. ഇതൊന്നും ഒരു മുറിവേല കുറുപ്പ്, എന്റെ പെണ്ണിന്റെ മനസ്സിലേറ്റ മുറിവിനാ ഞാൻ മറുപടി കൊടുത്തു. സയാൻ ആരെയും കൂട്ടി പുറത്തേക്ക് നടന്നു. ജീപ്പിനടുത്തെത്തിയപ്പോൾ അവൻ അവളെ തന്റെ സീറ്റിലിരുത്തി. അവൻ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അവളെ കൈ പിടിച്ചു. സയാനിക്ക, ഇനിയും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഹൈറയുടെ ശബ്ദമിടറി. സയാൻ അവളുടെ വിരലുകൾക്കിടയിൽ തന്റെ വിരലുകൾ കോർത്തു. ഇനി ഈ ലോകത്തൊരു വിക്രമിനും നിന്നെ തൊടാൻ കഴിയില്ല ഹൈറ. കാരണം ഈ കൈകൾ നിനക്ക് കാവലായി എപ്പോഴും ഉണ്ടാവും. നിന്റെ കണ്ണുനീര് ഞാൻ പകരം ചോദിക്കുന്ന ഇങ്ങനെയായിരിക്കും. അവൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. നഗരത്തിന്റെ വെളിച്ചത്തിലേക്ക് അവർ പായുമ്പോൾ സയാൻ മനസ്സിലുറപ്പിച്ചു, തന്റെ ഔദ്യോഗിക ജീവിതത്തേക്കാൾ പ്രാധാന്യം തന്റെ കാന്താരിയുടെ പുഞ്ചിരിക്കാണെന്ന്. വിക്രമിനെ ജയിലടച്ച ശേഷം സയാൻ 10 ദിവസത്തെ അവധിയെടുത്തു. ഹൈറയുടെ മനസ്സിൽ ആ പേടി മാറ്റാൻ അവൾക്ക് പ്രിയപ്പെട്ട മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനിലേക്കായിരുന്നു ആ യാത്ര. കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന നീലഗിരി കുന്നുകൾക്കിടയിലൂടെ ഒരു സ്വകാര്യ റിസോർട്ടിൽ അവരെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. സയാനിക്ക, ഇവിടെ എന്തു ഭംഗിയാ. ഹൈറ ആവേശത്തോടെ ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി. സയാൻ അവിടെ പിന്നിൽ വന്ന് നിന്നു. അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്തു. നിനക്ക് ഇഷ്ടപ്പെട്ടു കാന്താരി, ഈ 10 ദിവസം നിനക്കും എനിക്കും മാത്രമുള്ളതാ. ഫോണില്ല, വൈഫൈ ഇല്ല, പോലീസ് വയർലെസ് പോലും ഇല്ല. സയാൻ അവളെ തിരിച്ചു നിർത്തി. മഞ്ഞിന്റെ തണുപ്പ് അവളുടെ കവിളകളെ ചുവപ്പിച്ചിരുന്നു. അവൻ പതുക്കെ അവളുടെ കാതോരം പറഞ്ഞു, നമ്മുടെ പ്രണയം ഈ മഞ്ഞിനേക്കാൾ കുളിർമയുള്ളതാവണം ഹൈറ. രാത്രിയിൽ അവർക്കായി മുറ്റത്തൊരു ക്യാമ്പ് ഫയർ ഒരുക്കിയിരുന്നു. കത്തുന്ന തീഗുണത്തിനെ ചുറ്റും അവരിരുന്നു. സയാൻ ഒരു പുതപ്പെടുത്ത് അവർ രണ്ടുപേരെയും കൂടി പുതപ്പിച്ചു. സയാനിക്ക, ഇക്കാക്ക് എപ്പോഴും എന്നോട് ശരിക്കും പ്രണയം തോന്നിയത്? ഹൈറ അവന്റെ തോളിൽ തലയായിച്ചുകൊണ്ട് ചോദിച്ചു. സയാനൊന്ന് ചിരിച്ചു. ആ തീയുടെ വെളിച്ചത്തിൽ അവന്റെ മുഖത്തിന് വല്ലാത്തൊരു ചന്തം തോന്നി. നിന്നെ ആദ്യമായിട്ട് എന്റെ സ്റ്റേഷനിൽ വെച്ച് കണ്ടപ്പോ ആ കണ്ണു നിറഞ്ഞ നോട്ടമില്ലേ, അന്ന് തന്നെ ഈ സയാൻ മുബാറക്ക് നിന്റെ തടവുകാരനായി മാറിയിരുന്നു. പക്ഷെ കലിപ്പ് പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. കള്ളം, ആ നിക്കെന്നെ എത്രയോ വഴക്ക് പറഞ്ഞ്. ഹൈറ അവന്റെ നെഞ്ചിൽ പതുക്കെ ഇടിച്ചു. സയാൻ അവിടെ കൈ പിടിച്ച് ഉമ്പിച്ചു. വഴക്ക് പറഞ്ഞു നിന്നെ എൻ്റെ ഹൃദയത്തോട് അടുപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ഓരോ വഴക്കിന് പിന്നിലും നിന്നെ നഷ്ടപ്പെടുമെന്ന പേടിയായിരുന്നു എനിക്ക്. മഴ പതുക്കെ പെയ്യാൻ തുടങ്ങി. അവൻ ആ മഴ ആസ്വദിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. സയാൻ പതുക്കെ പാടാൻ തുടങ്ങി. അവന്റെ ശബ്ദത്തിലെ ഗാംഭീര്യം ഹൈറയെ മറ്റൊരു ലോകത്തെത്തിച്ചു. അവളവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോൾ കലിപ്പില്ല, പകരം ഒരു കടൽ പോലെ ആഴമുള്ള പ്രണയം മാത്രം. ഹൈറു, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. സയാൻ അവളുടെ കഴുത്തിലേക്ക് നോക്കി. അവൻ തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചെറിയ മരതക്കല്ല് പതിച്ച ലോക്കറ്റ് എടുത്തു. അതിൽ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോകൾ ഉണ്ടായിരുന്നു. അവനത് അവളുടെ കഴുത്തിൽ അണിയിച്ചു. ഇനി അവിടെ പോയാലും സയാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് മുറിയിലേക്ക് നടന്നു. പുറത്ത് മഴ കനക്കുകയായിരുന്നു. ഉള്ളിൽ പ്രണയത്തിന്റെ ചൂട്. ആ രാത്രിയിൽ അവർ തമ്മിലുള്ള അകലില്ലാതായി. പ്രണയം അതിന്റെ ഏറ്റവും തീവ്രമായ ഭാവത്തിൽ അവിടെ പെയ്തിറങ്ങി. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ഹൈറയ്ക്ക് വല്ലാത്ത ക്ഷീണം. ഭക്ഷണം കണ്ടാൽ മടുപ്പ്, എപ്പോഴും ഉറക്കം. സയാൻ പതിവ് പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടത് സോഫയിൽ തളർന്നെടുക്കുന്ന ഹൈറയാണ്. എന്തുപറ്റി കാന്താരി, വയ്യേ? സയാൻ അവിടെ നെറ്റിൽ കൈവച്ച് നോക്കി. ചൂടൊന്നുമില്ല, പക്ഷെ അവിടെ മുഖം വിളറിയിരുന്നു. എന്താണെന്ന് അറിയില്ലേക്ക, വല്ലാത്തൊരു തളർച്ച. സയാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവൻ അവളെയും കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. അവിടെ ഡോക്ടർ പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങി സയാൻ നോക്കി പുഞ്ചിരിച്ചു. കൺഗ്രാറ്റുലേഷൻ സയാൻ സാർ, നിങ്ങളൊരു അച്ഛനാവാൻ പോകുന്നു. ഹൈറ കൺസീവ്ഡ് ആണ്. സയാൻ ഒരു നിമിഷം തറഞ്ഞു പോയി. 19-ാം വയസ്സിൽ തന്റെ ജീവിതത്തിലേക്ക് വന്ന ആ കൊച്ചു പെണ്ണ്, അവളിപ്പോൾ തന്റെ കുഞ്ഞിന്റെ ഉമ്മയാവാൻ പോകുന്നു. സയാന്റെ കണ്ണുകൾ ആദ്യമായി സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. ഹൈറ അത്ഭുതത്തോടെ അവൻ നോക്കി. ഡോക്ടർ എന്താ പറഞ്ഞിക്ക? സയാൻ അവിടെ അടുത്തേക്ക് വന്ന് മുട്ടൂത്തിയിരുന്നു. അവനവിടെ കൈകൾ തന്റെ കയ്യിലെടുത്ത് കണ്ണുകളോട് ചേർത്തു. ഹൈറു, നമ്മൾ തനിച്ചല്ലടി.
നമ്മളെ കാണാൻ ഒരാൾ കൂടി വരുന്നുണ്ട്, നമ്മുടെ കുഞ്ഞ്. ഹൈറയുടെ മുഖത്തൊരു പ്രകാശം പരന്നു. ആൾ വിശ്വസിക്കാനാവാതെ സയാനെ കെട്ടിപ്പിടിച്ചു. സയാനിക്ക സത്യാണോ? സത്യ ഹൈറു. സയാൻ മുബാറക്കിന്റെ ലോകത്തേക്ക് മറ്റൊരു കുട്ടി കലിപ്പനോ അല്ലെങ്കിൽ കാന്താരിയോ വരാൻ പോകുന്നു. സയാൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ സയാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് ഓടും. ഹൈറയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കും. അതൊരു വലിയ പരാജയമാണെങ്കിലും ഹൈറ സ്നേഹത്തോടെ കഴിക്കും. ഇക്ക, ഈ കരിഞ്ചീരി കിട്ട ചായ കൊള്ളില്ല കേട്ടോ. ഹൈറ മുഖം ചുളിച്ചു. അത് ആരോഗ്യത്തിന് നല്ലതാണ്. എന്റെ കുഞ്ഞിന് നിനക്കൊന്നും സംഭവിക്കരുത്. സയാൻ മുബാറക്കിന്റെ മകരോ മകളോ ആവാൻ പോകുന്നവരല്ലേ, നല്ല പവർ വേണ്ടേ? സയാൻ ഗൗരവത്തോടെ പറയും. ഒരു രാത്രി സയാൻ അവിടെ വയറിൽ കൈവച്ച് പതുക്കെ സംസാരിക്കുകയായിരുന്നു. വാവേ, നീ വേഗം വാ, നിന്നെ ബുള്ളറ്റിലിരുത്തി കിടക്കാനേ നിന്റെ ഉപ്പ കാത്തിരിക്കുക. ഹൈറ ചിരിച്ചുപോയി. അതിനുമുമ്പ് ഉപ്പ ഈ കലിപ്പൊന്ന് കുറയ്ക്കണം, കുട്ടി പേടിക്കില്ലേ? സയാൻ അവിടെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ മുന്നിൽ എനിക്ക് എവിടെയാടി കലിപ്പുള്ളത്? ഞാൻ നിന്റെ പ്രണയത്തിന്റെ തടവുകാരനല്ലേ? സയാൻ അവിടെ നെറ്റിയിൽ അലിഞ്ഞു ചേരുന്ന ഒരു ചുംബനം നൽകി. ആ രാത്രിയിൽ ചന്ദ്രൻ അവിടെ ജനാൽക്കിൽ വന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പ്രണയം ഒരു പുതിയ ജീവനായി മാറുന്ന അനുഭൂതിയിൽ അവർ അലിഞ്ഞു ചേർന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം നഗരത്തിൽ അപ്രതീക്ഷിതമായ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു. കല്ലേറും തീവപ്പും കൊണ്ട് നഗരം വിറക്കുമ്പോൾ ഗർഭിണിയായ ഹൈറയെ വീട്ടിലാക്കി സയാൻ ഡ്യൂട്ടിക്കിറങ്ങാൻ നിർബന്ധിതനായി. ഹൈറയുടെ പ്രസവത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ അത്യാഹിതം. ഇക്ക പോണേക്ക. ഹൈറ അവന്റെ കയ്യിൽ പിടിച്ചു. സയാൻ അവിടെ നെറ്റിയിൽ ചുംബിച്ചു. നാടകത്തുമ്പോൾ ഒരു ഓഫീസർക്ക് വീട്ടിലിരിക്കാൻ കഴിയില്ല ഹൈറു, നീ പേടിക്കണ്ട, നിന്റെ സയാൻ വേഗം തിരിച്ചു വരും. എന്നാൽ സയാൻ പോയതിന് പിന്നാലെ ഹൈറയ്ക്ക് പ്രസവവേദന തുടങ്ങി. പുറത്ത് കർഫ്യൂ ആണ്, ഒരു വണ്ടിയും ഓടുന്നില്ല. സയാന്റെ ഫോൺ റേഞ്ച് പരിധിക്ക് പുറത്താണ്. ഷാനിമ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലെത്താൻ കഷ്ടപ്പെട്ടു. അതേസമയം കലാപകാരികളുടെ നടുവിൽ സയാൻ ഒറ്റപ്പെട്ടു പോയി. കല്ലേറിൽ അവന്റെ തലക്ക് പരിക്കേറ്റു. എങ്കിലും അവൻ പിന്തിരിഞ്ഞില്ല. തോക്ക് വായുവിൽ വെടിയുതിർത്ത് അവനെ ആൾക്കൂട്ടത്തെ പിടിച്ചു നിർത്തി. പക്ഷെ അവന്റെ മനസ്സ് മുഴുവൻ ഹൈറയിലായിരുന്നു. പെട്ടെന്ന് സയാന്റെ ഫോണിലേക്ക് ഷാനിമിന്റെ മെസ്സേജ് വന്നു. സയാൻ, ഹൈറ ലേബർ റൂമില, അവൾ നിന്നെ വിളിക്കുന്നു. സയാന്റെ കണ്ണുകളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. അവൾ ആത്തി വീശി മുന്നോട്ട് പാഞ്ഞു. വഴിമാറ തെമ്മാടികളെ, എന്റെ പെണ്ണിന് എന്നെ ആവശ്യമുണ്ട്. സയാന്റെ അലർച്ച കേട്ട് കലാപകാരികൾ പോലും ഭയന്ന് വഴിമാറി. അവൻ ചോരയൊലിപ്പിക്കുന്ന തലയുമായി ജീപ്പ് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ സയാന്റെ യൂണിഫോം മുഴുവനും മണ്ണും ചോരയുമായിരുന്നു. അവനോടി ലേബർ റൂമിന് മുമ്പിലെത്തി. വാതിൽ തുറന്ന് നേഴ്സ് പുറത്തേക്ക് വന്നു. സയാന്റെ കൈകളിലേക്ക് ആ കുഞ്ഞു പൊതിവെച്ചു കൊടുത്തു. പെൺകുഞ്ഞാണ് സർ, ഹൈറമാണ് സാറിനെ അന്വേഷിക്കുന്നുണ്ട്. സയാൻ വിറക്കുന്ന കൈകളോട് ആ കുഞ്ഞിനെ വാങ്ങി. ആളുടെ മുഖം കണ്ടപ്പോൾ സയാന്റെ എല്ലാ മുറിവുകളും മാഞ്ഞുപോയി. മറ്റൊരു ഹൈറ, സുന്ദരി കുട്ടി. അവൻ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കരഞ്ഞുപോയി. 2 മാസങ്ങൾക്ക് ശേഷം നിലാസന്ധ്യയിൽ സയാന്റെ വീടിന്റെ ടെറസിൽ അവർ 3 പേര് ഇരിക്കുകയായിരുന്നു. നിലാവെളിച്ചത്തിൽ സയാൻ തന്റെ മകളെ മടിയിൽ കിടത്തി താരാട്ട് പാടുകയാണ്. ഹൈറ അവന്റെ തോളിൽ തലയായിച്ചിരിക്കുന്നു. സയാനിക്ക, മോൾക്ക് എന്ത് പേരിടും? സയാൻ ചന്ദ്രനെ നോക്കിയാൻ ചിരിച്ചു. നമ്മുടെ പ്രണയത്തിന് സാക്ഷിയായി നിലാവിനോട് ചോദിച്ചു നോക്ക്. അവൾ ലൈല, സയാന്റെയും ഹൈറയുടെയും പ്രണയത്തിന്റെ അടയാളം. സയാൻ ഹൈറയെ തന്റെ ഇടത് കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു. ഹൈറു, 19-ാം വയസ്സിൽ ഒരു കലിപ്പൻ ഓഫീസറുടെ കൈ പിടിച്ചു വന്ന ഈ കാന്താരി ഇന്നെന്റെ ജീവന്റെ പാതിയാണ്. ഇനിയും എത്ര ജന്മങ്ങളുണ്ടെങ്കിലും എനിക്ക് നീ മാത്രം മതി. ഹൈറ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്കും എന്റെ ഈ കലിപ്പനിക്കയെ മാത്രം മതി. ആകാശത്ത് 14-ാം രാവ് അതിന്റെ പൂർണ്ണ ശോഭയോടെ തിളങ്ങി നിന്നു. പശ്ചാത്തലത്തിൽ കടൽത്തിരമാലകളുടെ ശബ്ദം. സയാൻ തന്റെ പ്രിയതമയുടെ നെറ്റിയിൽ ആഴത്തിൽ ചുംബിച്ചു. ആ പ്രണയകഥ അവിടെ പൂർണ്ണമായി, മനോഹരമായി.